മുട്ടുകുത്താൻ സാധിക്കുന്നവർ ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷങ്ങൾ. കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ വലിയ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ. പ്രാർത്ഥനയോടെ, വലിയ സ്നേഹത്തോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്കെല്ലാം വിളിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി. മക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ. നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നതിന് മുമ്പേ അതറിയുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ മുമ്പിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ആ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ സർവമഹത്വത്തിനും യോഗ്യനായ കർത്താവാണ്. അത്യുന്നതനായ ദൈവം അൽത്താരയിൽ അപ്പത്തോളം ചെറുതായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങൾ, സ്വർഗീയ നിമിഷങ്ങൾ, ഒരുമിച്ച് ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. സങ്കീർത്തനം 55 16 മുതലുള്ള വചനങ്ങൾ. സങ്കീർത്തനം 55-16 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുകയാണ്,
ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കും. സങ്കീർത്തകന്റെ ബോധ്യം നോക്കിക്കേ. തീർച്ചയായിട്ടും രക്ഷപ്പെടേണ്ട ഒരു അനുഭവത്തിലൂടെയാണല്ലോ സങ്കീർത്തകൻ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു പ്രശ്നത്തിലാണല്ലോ സങ്കീർത്തകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതുപോലുള്ളൊരു പ്രതിസന്ധിയാണല്ലോ സങ്കീർത്തകനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടണ്ടേ മക്കളെ? നമുക്കും ചില ജീവിതാനുഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നമ്മളും ചില ജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ നിന്നും അസമാധാനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ലേ? കുടുംബത്തിൽ സമാധാനമില്ലാത്ത എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാകാം. കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമില്ലാത്ത എത്രയോ ജീവിതങ്ങൾ ഇതിനകത്തുണ്ടാകാം. സന്തോഷവും സമാധാനവും പടിയിറങ്ങിപ്പോയിട്ട് നാളുകളായ കുടുംബങ്ങൾ ഇതിനകത്തുണ്ടാകാം. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, ദൈവവിചാരമില്ലാത്ത കുടുംബാംഗങ്ങൾ. ഒരു രക്ഷയുടെ അനുഭവം ആവശ്യമുള്ള പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇതിനകത്തില്ലേ? സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ ഞെരുക്കങ്ങൾ നേരിടുന്ന മക്കൾ ഇതിനകത്തില്ലേ? കർത്താവേ, നീ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. തടസ്സപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളിൽ കർത്താവേ, നീ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തില്ലേ? മക്കളെ, സങ്കീർത്തകൻ പറഞ്ഞതൊന്ന് കേട്ടെ. ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. അത്രയും ബോധ്യത്തോടു കൂടിയ സങ്കീർത്തകൻ അത് പറഞ്ഞത്. ഇത്രയും വലിയ പ്രശ്നത്തിന്റെ നടുവില് സങ്കീർത്തകൻ അകപ്പെട്ട് കിടക്കുമ്പോ ചുറ്റുപാടിൽ നിന്നും പ്രതിസന്ധികളാണ്. അനേകര് സങ്കീർത്തകനെതിരെ അണിനിരന്ന് നിൽക്കുകയാണ് സങ്കീർത്തകനെ തകർക്കാൻ. അത്രമാത്രം ഞെരുക്കപ്പെടുന്ന, അത്രമാത്രം തകർക്കപ്പെടുന്ന, അത്രമാത്രം മറ്റുള്ളവരിൽ നിന്നും ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങളുടെ നടുവിലൂടെ സങ്കീർത്തകൻ കടന്നു പോകുമ്പോൾ സങ്കീർത്തകൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. എന്നിട്ട് കൂട്ടിച്ചേർത്തു, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. പ്രഭാതത്തിൽ മാത്രമല്ല, മധ്യാഹ്നത്തിൽ മാത്രമല്ല, സന്ധ്യയിലും എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് കരയുന്നു. എൻ്റെ കർത്താവ് എൻ്റെ സ്വരം കേൾക്കും. മക്കളെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അത് തന്നെയല്ലേ? എൻ്റെ ദൈവം എൻ്റെ സ്വരം ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ കർത്താവ് എൻ്റെ കണ്ണുനീരൊന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്നല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. സങ്കീർത്തകൻ പറഞ്ഞത് കേട്ടെ, എല്ലാ നിമിഷവും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് കരയും, എൻ്റെ കർത്താവ് എൻ്റെ സ്വരം കേൾക്കുമെന്ന്. എൻ്റെ ദൈവം എൻ്റെ സ്വരം കേൾക്കുമെന്ന് അത്ര ഉറപ്പോടുകൂടിയ സങ്കീർത്തകൻ പറയുന്നത്. മക്കളെ, ഇത് കരയേണ്ട സമയമാണ്. ദൈവത്തെ വിളിച്ച് ഇത് നിലവിളിക്കേണ്ട സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന്, ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തകർച്ചകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നുപോയിട്ടും ദൈവത്തെ വിളിക്കാൻ വിസമ്മതിക്കുന്ന എത്രയോ പേരുണ്ട്. അവരിൽ നിന്നൊക്കെ മാറ്റി കർത്താവ് നിങ്ങളെ എന്നെയും ഈ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ലേ ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ വിളിച്ച് കരയാൻ. നമുക്ക് കരയാനും നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനും നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ ഇറക്കി വെക്കാനും നമുക്കൊരിടമുണ്ട്. അതാണ് ഈ അൾത്താര. ആൾത്താരയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദിവികാരുണ്യ ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹൃദയം തുറക്കാം, ജീവിതം തുറന്നു വെക്കാം, ജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളെല്ലാം തുറന്നു വെക്കാം. ദൈവമേ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഇതാ നിലവിളിയോടുകൂടി തന്നെയാ നിന്റെ മുമ്പിലായിരിക്കുന്നത്, കണ്ണുനീരോടുകൂടി തന്നെയാ ദൈവമേ നിന്റെ സന്നിധിയിൽ ഞാനായിരിക്കുന്നത്. കർത്താവേ, എന്റെ കണ്ണുനീരിന് നീ ഉത്തരം തരണമേ. ഈശോയെ, എന്റെ നിലവിളിക്ക് നീ ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ദൈവം നിന്നെ കേൾക്കുന്ന ദൈവമാണ്.
നിന്റെ ദൈവം നിന്നെ കാണുന്ന ദൈവമാണ്. നിന്റെ ദൈവം നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ള കർത്താവാണ്. നിന്റെ അലച്ചിലുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവം നിനക്കുണ്ട്. ഇതാ സങ്കീർത്തനം 56:8 അതല്ലേ വചനം പറയുന്നത്, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. വിശ്വസിക്കും മക്കളെ. നീ നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നീ ഒടിച്ച എല്ലാ കണ്ണുനീരും, ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും നിന്റെ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒന്നുപോലും കർത്താവ് വിസ്മരിച്ചിട്ടില്ല. തമ്പുരാനെ വിളിച്ച് കരഞ്ഞതും നിലവിളിച്ചതും ആവലാതിപ്പെട്ടതും പരാതിപ്പെട്ടതെല്ലാം കർത്താവിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. നിവേദനിക്കരുതെന്ന്, സങ്കടപ്പെടരുതെന്ന്. നിന്റെ കണ്ണുനീരിന് ഇന്ന് ഉത്തരമുണ്ട്. നിന്റെ യാതനകൾക്ക് ഇന്ന് പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പറയുന്നു. ആ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ മക്കളെ കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. നിങ്ങൾക്ക് എന്തെല്ലാം ഈശോയോട് പറയാനുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ എന്തെല്ലാം തമ്പുരാനോട് പങ്കുവെക്കാനുണ്ടോ? നിങ്ങളുടെ പുറമെ ഒരുപക്ഷെ കരയുന്നില്ലായിരിക്കാം, പുറമെ എല്ലാം ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ പോകുന്നുണ്ടാകാം. പക്ഷേ ഉള്ളു വിങ്ങുന്നില്ലേ? മനസ്സിപ്പോഴും നീറിപ്പുകയുന്നില്ലേ? കണ്ണുനീര് തോരാത്ത ദിനങ്ങളിലൂടെ അല്ലേ കടന്നു പോകുന്നേ? എത്രയോ ദിവസമായി ഒന്ന് ശാന്തമായി കിടന്നുറങ്ങിയിട്ട്, ഓ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ ഈശോയെ ഈ നിമിഷങ്ങളിൽ നീ ഏറ്റെടുക്കണമേ. വലിയ സ്നേഹത്തോടെ, വലിയ പ്രതീക്ഷയോടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം തരാൻ കഴിവുള്ള കർത്താവ്. ജെറമ്യാ 33:3 വചനം പറയുന്നില്ലേ, മോളെ മോനെ നീ എന്നെ വിളിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാന്ന്. നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തു തരാം, പറഞ്ഞു തരാമെന്ന് ഈശോ പറയുന്നില്ലേ? ഇതാ ദൈവമേ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, ഉത്തരം തരണമേ. ഞങ്ങൾ കടന്നു പോകുന്ന ഇന്നിന്റെ പ്രശ്നങ്ങൾക്കും ഇന്നിന്റെ സങ്കടങ്ങൾക്കും ഇന്നിന്റെ വേദനകൾക്കും ദൈവമേ നീ ഉത്തരം തരണമേ. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഹൃദയം വിങ്ങുന്ന അനുഭവത്തോടെ നിന്നെ വിളിക്കുന്നു. മനസ്സ് പിടയുന്ന ജീവിത അനുഭവത്തോടെ നിന്നെ വിളിക്കുന്നു. കർത്താവേ, മുറിവേറ്റ മനസ്സുമായി നിന്നെ വിളിച്ചു കരയുന്നു. ഓ കർത്താവേ, നീ കരുണ കാണിക്കുന്നു. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലി എന്റെ നാഥനല്ലി ഈശോ. ആമേൻ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലി ഈശോ.
കർത്താവേ, ഈ കൂട്ടായ്മയിലായിരുന്ന് നിന്നെ ആരാധിക്കുന്ന, നിന്നെ വിളിച്ച് കരയുന്ന മക്കളാണ്. ഇതാ കണ്ണുനീർ ഒഴുകുന്ന ജീവിതങ്ങള് ഈ കൂട്ടായ്മയിലുണ്ട്. കർത്താവേ, കരയാൻ പോലും കണ്ണുനീരില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഈശോയെ നിന്നെ കാണുന്ന മക്കളുണ്ട്. ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ. ഒത്തിരിയേറെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും പേറിയാണ് ഈശോയെ ഞങ്ങൾ ജീവിക്കുന്നത്. കുടുംബത്തിന്റെ പല വിഷയങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഒരു ജോലിയില്ലാത്തതിന്റെ സങ്കടം പേറുന്നവര്, എത്രയോ നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കള്. കർത്താവേ, നീ പറഞ്ഞില്ലേ ഞങ്ങളുടെ അലച്ചിലുകൾ നീ എണ്ണിയിട്ടുണ്ടെന്ന്. ഈശോയെ, സ്വന്തമായൊരു ഭവനമില്ലാതെ വേദനിക്കുന്ന എത്രയോ കുടുംബങ്ങൾ. കർത്താവേ, നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, ചില രോഗാവസ്ഥകളുടെ നടുവില് കർത്താവേ മനസ്സ് തളർന്നും ശരീരം തളർന്നൊക്കെ കഴിയുന്ന മക്കളുണ്ട്. മാരക രോഗത്തിന്റെ മാറാ രോഗത്തിന്റെ നടുവിലായിരിക്കുന്ന മക്കള്. കർത്താവേ, നിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയ മക്കളുണ്ട്. കടബാധിതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്നവര്. ഈശോയെ, കടക്കണി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അവസ്ഥകള്. ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റണില്ല. പലരുടെ മുമ്പിൽ നിന്നും കൈനീട്ടിയ മക്കളെ പഠിപ്പിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല. കർത്താവേ, എന്തെല്ലാം വേദനകളാണ് ഈ മക്കളെ അലട്ടുന്നത്. എന്തെല്ലാം ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവമേ നിന്നെ വിളിച്ച് ഈ മക്കൾ കരയുന്നത്. നീ കാണാതെ പോകരുതേ ഈശോയെ, ഇവരുടെ കണ്ണുനീര് നീ കേൾക്കാതെ പോകരുതേ. പ്രതിസന്ധികളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് കർത്താവേ നീ ഇപ്പോൾ ഇറങ്ങി വരണമേ. കർത്താവേ, ഇവിടെ കണ്ണുനീര് നീ ഒപ്പണമേ. ഈശോയെ, ഇവിടെ അലച്ചിലകൾക്ക് നീ എന്നും പ്രതിഫലം നൽകണമേ. ഈശോയെ, ആരാധന. മനസ്സിൽ നിറയുന്ന മുറിവുകളെല്ലാം വിരൽ തൊട്ടുണക്കിടുന്നു. ആമേൻ. ഭാരങ്ങൾ പേറി ഞാൻ വീണിടുമ്പോൾ തോളിൽ വഹിച്ചിടുന്നു. ആമേൻ. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. ഒരു കുഞ്ഞിനെ പോൽ തിരുമാറിലവൻ എന്നും എന്നെ ഉറക്കിടുന്നു. കർത്താവേ, കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലി എന്റെ നാഥനല്ലി ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലി ഈശോ. സ്നേഹനാഥനല്ലി ഈശോ. സ്നേഹനാഥനല്ലി ഈശോ. ഈ നിമിഷങ്ങളിൽ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. കണ്ണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് തന്നെ നോക്കുക. ഏതാനും നിമിഷങ്ങളിൽ ഹൃദയത്തിൻ്റെ ശാന്തതയിൽ നിന്റെ സ്വകാര്യ വേദനകള് നിന്റെ കർത്താവിനോട് പറയുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലും ഈ നാളുകളിലും നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പലവിധ സംഘർഷങ്ങളിലൂടെയല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ മാത്രമല്ലല്ലോ, നിന്റെ കുടുംബത്തെ മുഴുവനായിട്ടും അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങളില്ലേ. ഇതെല്ലാം നിന്റെ കർത്താവിനോട് പറ. സങ്കീർത്തകൻ 57 രണ്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കും. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി
എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ, അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഇതാ സഹായം വർഷിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം നമ്മൾ വിളിച്ചത്, കരഞ്ഞത് കർത്താവിൻ്റെ മുമ്പിലല്ലേ? നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ മുമ്പിലല്ലേ? അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് നമ്മളെ രക്ഷിക്കുന്ന നിമിഷം. ഈശോയെ, ആ സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നീ സ്പർശിക്കണമേ. ആ സ്വർഗത്തിന്റെ സ്നേഹം കൊണ്ട് ഈ മക്കളെ നീ തലോടണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ വേദനകള് സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും അറിയുന്ന കർത്താവേ, നിന്റെ മുമ്പിൽ ഞങ്ങളുടെ കണ്ണുനീര് ഞങ്ങൾ പൊഴിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ യാതനകൾക്കും വേദനകൾക്കും നീ ഈ നിമിഷങ്ങളിൽ ഉത്തരം തരണമേ എന്ന്, പരിഹാരം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഒന്ന് തൊടാതെ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ ഒന്ന് ഇടപെടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലുള്ള പ്രതിസന്ധികളാണ് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള പ്രയാസങ്ങളാണ് ദൈവമേ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ആയിരങ്ങൾ ഇതാ നിന്നെ മുമ്പിൽ മുട്ടുകുത്തിയും കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ. സ്വർഗത്തിന്റെ വലിയ കൃപ ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ ഞങ്ങൾ വിളിക്കുന്നു. സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ കർത്താവേ. നിന്റെ ശക്തമായ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. നിന്റെ വലത് കരം വെച്ച് ഈ മക്കളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ. കരങ്ങൾ മാറോട് ചേർത്ത് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയത്തിന്റെ എല്ലാ വേദനകളും സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാം അറിയുന്നവനായ ദൈവമേ, എല്ലാം കാണുന്നവനായ ദൈവമേ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ളവനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ആരാധന. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഈശോയെ, നിലവിളി കേൾക്കുന്ന ദൈവമേ, ഈശോയെ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ, കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ, കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. എൻ യാചന കേൾക്കണമേ. കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, എപ്പോഴും ഞങ്ങളുടെ വേദനകളിൽ നിന്നെ അന്വേഷിക്കാൻ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ നിന്റെ മുമ്പിൽ വന്നിരുന്ന് കരയാൻ, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നിൽ അഭയം തേടാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. കർത്താവേ, നിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ നിയോഗങ്ങളെ, ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ പ്രതീക്ഷകളെ നീ ആശീർവദിക്കണമേ.
തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ജീവിതത്തിൻ്റെ വിഷമങ്ങളും വേദനകളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. കർത്താവെ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നിന്റെ സ്നേഹത്തിന് അധിഷ്ഠിതമായ തീരുമാനങ്ങൾ, നിന്റെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ അനുവദിക്കണമേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ മോനെ, മോളെ, നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, നിന്റെ സങ്കടങ്ങളിലേക്ക്, നിന്റെ കണ്ണുനീരിലേക്ക്, നിന്റെ മക്കളിലേക്ക്, നിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളിലേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകളിലേക്കും ഈശോയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,